നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിലെ കരയാമ്പാടം പമ്പ് ഹൗസ് കടവിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതിയുടെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആൻറ്റു ചെമ്മിഞ്ചേരി അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിലെ കരയാമ്പാടം പമ്പ് ഹൗസ് കടവിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി തെക്കുമുറി വെളുത്തെടുത്ത് വീട്ടിൽ മോഹനനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മോഹനൻ. ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോയ മോഹനൻ രാത്രിയിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ബിന്ദുവാണ് മോഹനന്റെ ഭാര്യ. ഭാവിഷ് എന്നിവർ മക്കളും രമേശ്, ആദിത്യ എന്നിവർ മരുമക്കളുമാണ്. കുറുമാലിപ്പുഴയിൽ മുങ്ങി മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്തത് വരന്തരപ്പള്ളി CI. കുറുമാലിപ്പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തത് വരന്തരപ്പള്ളി SHO KN മനോജ്. വരന്തരപ്പള്ളി മനക്കൽ കടവ് സ്വദേശി വെളുത്തെടുത്ത് വീട്ടിൽ 55 വയസ്സുള്ള മോഹനാണ് പുഴയിൽ മരിച്ചത്. പുഴയിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ നാട്ടുകാരുടെ സഹായം തേടിയെങ്കിലും ലഭ്യമായില്ല. ഇതോടെയാണ് ഇൻസ്പെക്ടർ മനോജ് തന്നെ പുഴയിലേക്ക് ഇറങ്ങി മൃതദേഹം കരയിലേക്ക് വലിച്ചെത്തിക്കാൻ നേതൃത്വം കൊടുത്തത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതിയുടെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. DTPC സെക്രട്ടറി VG ഗോപിക മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ് മുത്തമ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര സുരാജ്, അഭിലാഷ് നാടിപ്പാറ എന്നിവർ സംസാരിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആൻറ്റു ചെമ്മിഞ്ചേരി അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന അധ്യക്ഷയായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ, ആൻറ്റു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായനിധി ചെയർമാൻ KK ശിവരാമൻ എന്നിവർ ചേർന്ന് ആൻറ്റു ചെമ്മിഞ്ചേരിയുടെ കുടുംബത്തിന് സഹായ ധനച്ചെക്ക് കൈമാറി. അഡ്വക്കേറ്റ് ഹോബി ജോളി ലഹരി വിരുദ്ധ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുട്ടി, സെക്രട്ടറി KV ഷാജു, ശാലിനി ജോയ്, ഉമ്മുക്കുൽസു അസീസ്, രഞ്ജിത്ത് കൈപ്പള്ളി, സുനിൽ സബരിയ, T ബാലകൃഷ്ണ മേനോൻ, VK കാസിം, OS മാധവൻ, TD ജയപാലൻ, KK സുബ്രൻ, PR റോയ്, TD സഹജൻ എന്നിവർ സംസാരിച്ചു. ഷീല രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിലമ്പതി കുട്ടിക്കൂട്ടം കൂട്ടായ്മയിലെ കുട്ടികൾ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയും കാരുണ്യ ട്രസ്റ്റും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ആബ ചാരിറ്റബിൾ സൊസൈറ്റിയും ISSA ഫൗണ്ടേഷനും സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത്. വികാരി ഫാദർ ബെൻസി ചീനാൻ ഉദ്ഘാടനം ചെയ്തു. പോൾ എലുവത്തൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഷിബു വർഗീസ്, ജിജോ ജോസ്, ബേബി പടിഞ്ഞാറേത്തല, ലിസി ജോർജ്, വത്സ രാജു, ഷീജ പോൾ, ജോൺസൺ എലുവത്തിങ്കൽ, ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രിവെൻഷൻ അല്ലേ, ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അങ്ങനെയല്ല പറയാം. ഈ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ അഭികാമി എന്ന് പറയും. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ചികിത്സ വന്നിട്ട് ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ചികിത്സയ്ക്ക് പോയാലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾക്കറിയാം. സാമ്പത്തിക ചെലവ് എത്രമാത്രം ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ക്യാമ്പിലൂടെയൊക്കെ നമ്മുടെ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ക്യാമ്പുകൾ തീർച്ചയായിട്ടും നാട് മുഴുവൻ വേണമെന്നാണ് പറയുക. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഈ കാരുണ്യ ട്രസ്റ്റ് ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം ഈ ഇടവകയുടെ പേരിൽ, ഈ നാടിൻ്റെ പേരിൽ പ്രത്യേക അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
അതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള അമല, ഇസാഫ്, പിന്നെ ആബ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേക അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പ് വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്വീകരിച്ച കാരുണ്യ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, ഇടവക ട്രസ്റ്റ് അംഗങ്ങൾ, മറ്റ് സംഘടനയിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഇടവക അംഗങ്ങൾ, നമുക്കറിയാം കിഡ്നി സ്ക്രീനിങ് ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. സ്കീമിൽ വന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും മറ്റുള്ള സംഘടന ഭാരവാഹികളെയും ഞങ്ങളുടെ മുമ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെയല്ല, തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ മതാധ്യാപക ദിനാഘോഷം നടത്തി. വികാരി ഫാദർ ബെൻസീൽ ചീനാൻ, PTA പ്രസിഡന്റ് ജോൺസൺ എലുവത്തൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. PTA-യും വിദ്യാർത്ഥികളും ചേർന്ന് പ്രധാന അധ്യാപകനെയും മറ്റ് അധ്യാപകരെയും ആദരിച്ചു. അതോടൊപ്പം ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കാം. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഹരിത കേരള മിഷൻ വൃക്ഷവൽക്കരണം. മുരിയാട് ഗ്രാമപഞ്ചായത്തിന് ജില്ലയിലെ 3ാം സ്ഥാനം. ഹരിത കേരള മിഷൻ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ പരിപാടി 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ട് ലക്ഷ്യം പഞ്ചായത്ത് പൂർത്തിയാക്കി. പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ വൃക്ഷവൽക്കരണവും പച്ചത്തുരുത്ത് പദ്ധതിയിൽ ജില്ലയിൽ 3ാം സ്ഥാനത്തിനുള്ള അവാർഡും തൃശൂരിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജനിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചി തിലപ്പള്ളിയും സെക്രട്ടറിയും M ശാലിനിയും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2ാം വാർഡിലെ പാലക്കുഴിയിൽ 150-ൽ പരം വ്യത്യസ്ത വൃക്ഷങ്ങളുടെ സംരക്ഷണവും 18-ൽ പരം വ്യത്യസ്ത മാവുകളുടെ മാന്തോപ്പ് സ്മൃതി ചൂതം പദ്ധതിയും ഫലവൃക്ഷ തൈകൾ തിരഞ്ഞെടുക്കപ്പെട്ട 100 പേർക്ക് വിതരണം ചെയ്തതും പഞ്ചായത്തിനെ വൃക്ഷവൽക്കരണത്തിൽ 3ാം സ്ഥാനത്തിന് അർഹമാക്കിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വാർഡ് 11-ലെ തൊഴിലുറപ്പ് അംഗങ്ങൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും CDS, ആശാവർക്കർ, അങ്കണവാടി വർക്കർ, ഹെൽപ്പർ എന്നിവർക്കുമുള്ള സ്നേഹോപഹാരം നൽകി. CPM ലോക്കൽ സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ശിവദാസൻ തോമസ്, അംഗം അനു മനോജ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ആളൂർ പഞ്ചായത്ത് 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികളിലേക്ക് അടുക്കള ഉപകരണങ്ങൾ നൽകി. അങ്കണവാടി ഭക്ഷണ മെനു പരിഷ്കരിച്ച സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളാണ് നൽകിയത്. പ്രസിഡന്റ് KR ജോജോ അടുക്കള ഉപകരണങ്ങൾ അങ്കണവാടി ടീച്ചർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ, ഓമന ജോർജ്, ജിഷ ബാബു, സവിത ബിജു, കൊച്ചു തെരേസ്യ, ദേവസി, മേരി ഐസക്, ICDS സൂപ്പർവൈസർ അന്ന ഫിനിക്സ്, റിയ എന്നിവർ സന്നിഹിതരായി. ശബരിമല നിയുക്ത മേൽശാന്തി വാസുപുരം ഏറന്നൂർ മലയിൽ പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. 14 വൈകിട്ട് 4-ന് കൊടകര ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പൂത്താലം, പഞ്ചവാദ്യം, ചിന്ത് എന്നിവയുടെ അകമ്പടിയോടെ മേൽശാന്തിയെ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വേദിയിലേക്ക് സ്വീകരിക്കും. പെരുവനം കുട്ടന്മാരർ ഭദ്രദീപം തെളിയിക്കും. സ്വാഗത സംഘം ചെയർമാൻ KR ദിനേശൻ അധ്യക്ഷത വഹിക്കും. TJ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണവും ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊന്നാട അണിയിക്കലും കൊടകര ഉണ്ണി മംഗളപത്ര സമർപ്പണവും നടത്തും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, മറ്റത്തൂർ മോസ്കോ ചീഫ് ഇമാം CH മാഹിൻ മൗലവി അൽ ഖാസിമി, സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ തൊമ്മാത്ത് എന്നിവർ വിശിഷ്ട അതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KR ദിനേശൻ, ജനറൽ കൺവീനർ M കൃഷ്ണകുമാർ, ട്രഷറർ കൊടകര ഉണ്ണി, സ്വാഗത സംഘം ഭാരവാഹികളായ പ്രഭൻ മുണ്ടയ്ക്കൽ, EN പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു. നാട് വീണ്ടും ഒരു ഉന്നത നാടായി ഇരിക്കുകയാണ്. 2018 കൊടകരയിൽ നിന്ന് അനകത്തുമാക്കിലെ വീക്ഷണം നൽകി ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് കൊടകരയിലെ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ പ്രണാമം എന്ന പേരിൽ വിപുലമായ സ്വീകരണ ചടങ്ങുകൾ ഒരുക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും കൊടകരയിൽ മറ്റത്തൂരിൽ ഒരിക്കൽ കൂടി ധന്യമായ നാടായി മാറിയിരിക്കുകയാണ്.
കോടി കോടി കണ്ടങ്ങൾ ചരണമന്ത്രം മുടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ തിളക്കമാർന്ന നേട്ടവുമായി അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ. ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിമിഷ സുജേഷും സൂര്യ കൃഷ്ണ സുധാകരനുമാണ് എ ഗ്രേഡ് നേടിയത്. ഹൈസ്കൂൾ വിഭാഗത്തിലായിരുന്നു ഇരുവരും മത്സരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിലെ മുൻകാല നേതാവായ അമ്പാടി പ്രഭാകരന്റെ 17ാം ജന്മദിനം ആൽത്തറയിൽ നടത്തി. പ്രഭാകരന്റെ പത്നി തങ്കമണി നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. 55,000 രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, CP ഉണ്ണികൃഷ്ണൻ, CK ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പേരിൽ 1.5 കോടി തട്ടിച്ച പ്രതി അറസ്റ്റിൽ. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് ലാഭം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതി അരുൺകുമാറിനെ പാട്ടുരായ്ക്കലിൽ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എടക്കളത്തൂർ സ്വദേശിയിൽ നിന്നും 1.5 കോടിയിലധികം രൂപ വാങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. പേരാമംഗലം പോലീസ് ഇടുക്കിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. 1.5 കോടി 56 ലക്ഷം രൂപ കൈക്കലാക്കി സ്ഥലം വിടുകയായിരുന്നു. റിസർവ് ബാങ്കിൽ FD ഡെപ്പോസിറ്റ് നടത്തി കൂടുതൽ ലാഭം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതി പണം കൈവശപ്പെടുത്തിയത്. തട്ടിപ്പ് നടത്തിയ ശേഷം ഇടുക്കിയിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖിന്റെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് ഇടുക്കിയിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പേരാമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടർ രതീഷ് KC, സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമീർ ഖാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത്, അതുൽ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി കാണാം ഇൻഫോട്ടോ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഹൃദയാഘാതം, സ്ട്രോക്ക് പോലെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും പിടിപെടാം. മാനസിക സമ്മർദ്ദം, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, അമിതവണ്ണം, പുകവലി, മദ്യപാനം തുടങ്ങിയവ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. BP കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലരും നിസ്സാരമായാണ് കാണാറുള്ളത്. രക്തസമ്മർദ്ദം 90-ലും 60-ലും താഴെ വരുമ്പോഴാണ് ഹൈപ്പോടെൻഷൻ എന്ന അവസ്ഥയായി കണക്കാക്കുന്നത്. ഇതും ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ മോശമായി ബാധിക്കാം. കൂടാതെ കരളിൻ്റെയും വൃക്കകളുടെയും ആരോഗ്യത്തെയും ഇവ മോശമായി ബാധിച്ചേക്കാം. തലകറക്കം, വീഴാൻ പോകുന്നത് പോലെ തോന്നൽ, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക, കാഴ്ച മങ്ങുക, ദാഹം, ക്ഷീണം, ഛർദി, ശരീരം തണുക്കുക, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ BP കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. രക്തസമ്മർദ്ദം താഴാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ശരീരത്തിൽ ജലാംശം കുറയുന്നത്. അതിനാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. രക്തം നഷ്ടമാകുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പരിക്കുകൾ, അലർജി, എൻഡോക്രൈൻ രോഗങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ മൂലവും രക്തസമ്മർദ്ദം കുറയാം. ചിലതരം അലർജികൾ, ചില മരുന്നുകൾ തുടങ്ങിയവയും ഇതിനു കാരണമാകാം. പ്രഷർ കുറഞ്ഞാൽ തലയിലേക്ക് മാത്രമല്ല ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്കും രക്തമൊഴുക്ക് കുറയും. അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും വൃക്കയുടെയും ഒക്കെ തകരാറുകൾക്കും കാരണമാകാം. അതിനാൽ BP കുറയുന്നത് നിസ്സാരമായി കാണരുത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നവംബർ 12 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. ചെങ്ങാലൂർ തരകൻ കൂനൻ റാഫേൽ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. ജോയ്സിയാണ് ഭാര്യ. അനു, അന്ന എന്നിവർ മക്കളാണ്. ചെങ്ങാലൂർ സ്നേഹപുരം എടത്തോട്ട് വീട്ടിൽ വിമലാദേവി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശ്രീലേഖ, ജഗജിത്ത്, രഞ്ജിത്ത് എന്നിവർ മക്കളും സുനിൽ, സരിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വരന്തരപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിലെ കരയാമ്പാടം പമ്പ് ഹൗസ് കടവിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതിയുടെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആൻറ്റു ചെമ്മിഞ്ചേരി അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.